നടുക്കടലിൽ 76 ദിവസം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ. ലോകം കണ്ട ഏറ്റവും വലിയ സർവൈവൽ സ്റ്റോറികളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒരടിപൊളി കപ്പലിൽ ഒരു കിടിലൻ യാത്ര സ്വപ്നം കണ്ട് യാത്ര തിരിച്ച ഒരു മനുഷ്യൻ ഒടുവിൽ 6 അടി മാത്രം വലിപ്പമുള്ള റബ്ബർ ബോട്ടിൽ 76 ദിവസം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒറ്റപ്പെട്ട കഥ. എങ്ങനെയാണ് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നടുക്കടലിൽ ആ 76 ദിവസം അതിജീവിച്ചത്? കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന ഒരു കഥയാണ് സ്റ്റീഫൻ കല്ലഹാന്റെ കഥ. സ്റ്റീഫൻ കല്ലഹാൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല. കപ്പലുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു വലിയ എഞ്ചിനീയർ ആയിരുന്നു. സ്വന്തമായി ഉണ്ടാക്കിയ നെപ്പോളിയൻ സോളോ എന്ന പേരുള്ള ഒരു കിടിലൻ കപ്പലുമായി അറ്റ്ലാന്റിക് സമുദ്രവും കടന്ന് ഇംഗ്ലണ്ടിലേക്ക് പോവുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നം. പക്ഷേ ആ യാത്രയുടെ പകുതിയിൽ 1981 സ്പെയിനിൻ്റെ തീരത്ത് നിന്ന് ഒരല്പം അകലെ എത്തിയ സമയത്ത് ബോട്ടിൻ്റെ അടിയിൽ വലിയ ശബ്ദത്തോടെ എന്തോ വന്നിടിച്ചു. കപ്പലിൻ്റെ ഒരു ഭാഗം തകരുകയും കപ്പൽ മുങ്ങാൻ തുടങ്ങുകയും ചെയ്തു. രക്ഷപ്പെടാൻ വേണ്ടി കല്ലഹാന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 6 അടി മാത്രം വലുപ്പമുള്ള ഒരു റബ്ബർ റാഫ്റ്റ് ആയിരുന്നു. അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് പെട്ടെന്ന് കയ്യിലെടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം ആ ഒരു റാഫ്റ്റിലേക്ക് മാറി. അങ്ങനെ ആ ഒരു ചെറിയ റബ്ബർ റാഫ്റ്റിൽ അയാൾ ഒറ്റപ്പെട്ടു. 76 ദിവസത്തെ ഭീകരമായ ദിവസങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കാത്തിരുന്നത്. ആകെ കയ്യിലുണ്ടായിരുന്നത് ചെറിയ ഫുഡ് ടിന്നുകളായിരുന്നു. അത് ദിവസങ്ങൾ കൊണ്ട് തന്നെ തീർന്നു തുടങ്ങി. പിന്നെ അയാൾ കടലിലെ മീനുകളെ പിടിച്ചു തിന്നാൻ തുടങ്ങി. കുടിവെള്ളത്തിന് വേണ്ടി മഴവെള്ളം ചെറിയ പാത്രങ്ങളിൽ പിടിച്ചു വെക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ റാഫ്റ്റിന് ചുറ്റുമായി ഭീകരമായ വലിയ സ്രാവുകൾ വട്ടമിട്ട് കറങ്ങുന്നതും അയാൾ കണ്ടിരുന്നു. ഈ ഒരു കാഴ്ച തന്നെ ജീവൻ പോകുന്നതിന് തുല്യമായിരുന്നു. നടുക്കടലായതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ചൂട് നേരിട്ടേറ്റുകൊണ്ട് അയാളുടെ തൊലിയൊക്കെ പൊള്ളാൻ തുടങ്ങിയിരുന്നു. കൂടാതെ ഈ റാഫ്റ്റിന് വരുന്ന തകരാറുകളും കാലാവസ്ഥ മാറ്റങ്ങളുമെല്ലാം അയാളെ മാനസികമായി തളർത്തുന്നുണ്ടായിരുന്നു. പല വലിയ കപ്പലുകളും ദൂരെ വഴി പോകുന്നുണ്ടായിരുന്നെങ്കിലും അവർക്കൊന്നും അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. അങ്ങനെ 76ാമത്തെ ദിവസം നീണ്ട കഷ്ടപ്പാടുകൾക്കൊടുവിൽ കരീബിയൻ കടലിനടുത്ത് മേരി ഗാലൻഡ് എന്ന ദ്വീപിനടുത്ത് വെച്ച് ചില മത്സ്യത്തൊഴിലാളികളാണ് കല്ലഹാനെ കണ്ടെത്തുന്നത്. അങ്ങനെ അവർ ഓടിച്ചെന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ രക്ഷിച്ചു. ആ ഒരു സമയത്ത് 40 പൗണ്ടോളം, അതായത് ഏകദേശം 18 കിലോയോളം കുറഞ്ഞ് എല്ലും തോലുമായ രൂപത്തിലായിരുന്നു കല്ലഹാന്റെ അവസ്ഥ. പക്ഷേ എന്നിരുന്നാലും ജീവൻ തിരിച്ചു കിട്ടി. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് മനുഷ്യൻ്റെ അതിജീവനത്തിനുള്ള കഴിവ്. ആ ഒരു നീണ്ട 76 ദിവസം അദ്ദേഹം ജീവൻ നിലനിർത്തിയത് ആ ഒരു 6 അടി മാത്രം വലുപ്പമുള്ള ചെറിയ റബ്ബർ റാഫ്റ്റിലായിരുന്നു. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സർവൈവൽ സ്റ്റോറികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.